രാഷ്ട്രീയ പ്രവേശത്തിനിറങ്ങും മുമ്പ് കരിയറിലെ അവസാന ചിത്രമെന്ന വിശേഷണത്തോടെ എത്തിയ വിജയ് ചിത്രം ജനനായകൻ റിലീസിൽ പ്രതിസന്ധിയിൽ. റിലീസിന് 3 ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ചിത്രത്തിന് ഇതുവരെ സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ല. രാഷ്ട്രീയ പ്രവേശനത്തിനിറങ്ങും മുമ്പേ തന്നെ കരിയറിലെ അവസാന ചിത്രമെന്ന വിശേഷണത്തോടെ എത്തുന്ന വിജയ് ചിത്രമാണ് ജനനായകൻ. എന്നാൽ വിജയ് ചിത്രം ജനനായകൻ ഇപ്പോൾ റിലീസ് പ്രതിസന്ധിയിലാണ്. റിലീസിന് 3 ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ചിത്രത്തിന് ഇതുവരെയും സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിച്ചിട്ടില്ല എന്നതാണ് പ്രതിസന്ധി. ഡിസംബർ 19-ന് സിനിമ കണ്ട സെൻസർ ബോർഡ് അന്ന് 10-ലേറെ മാറ്റങ്ങൾ നിർദ്ദേശിച്ചിരുന്നുവെന്നാണ് റിപ്പോർട്ട്. ശേഷം മാറ്റങ്ങൾ വരുത്തി വീണ്ടും സമർപ്പിച്ചെങ്കിലും സർട്ടിഫിക്കറ്റ് ഇതുവരെയും ലഭിച്ചിട്ടില്ല. ജനുവരി 9-ന് പൊങ്കൽ റിലീസായി എത്തുന്ന ചിത്രത്തിന്റെ റിലീസ് വൈകുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ വിജയ് ആരാധകർ. എച്ച് വിനോദാണ് ജനനായകൻ സംവിധാനം ചെയ്യുന്നത്. ചിത്രത്തിന്റെ ട്രെയിലറിനും പാട്ടുകൾക്കും മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. റിലീസ് അടുത്തിരിക്കെ സെൻസർ ബോർഡ് നടപടി അസാധാരണമെന്നാണ് ടിവിക്ക് വൃത്തങ്ങളും പ്രതികരിച്ചിരിക്കുന്നത്. സെൻസർ ബോർഡിന്റെ നടപടിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസ്. ദശകങ്ങളോളം നീണ്ടുനിന്ന അപൂർവമായൊരു സിനിമാ യാത്രയ്ക്ക് ജനനായകൻ എന്ന ചിത്രത്തോടെ ഔപചാരികമായ വിരാമം കുറിക്കുകയാണ് പ്രേക്ഷകരുടെ പ്രിയ താരം വിജയ്. ചിത്രത്തിലെ പ്രധാന റോളുകളിൽ ബോബി ഡിയോൾ, പൂജ ഹെഗ്ഡെ, പ്രകാശ് രാജ്, ഗൗതം വാസുദേവ് മേനോൻ, നരേൻ, പ്രിയാമണി, മമിത ബൈജു എന്നിവരും എത്തുന്നുണ്ട്. വെങ്കട് കെ നാരായണയാണ് KVN പ്രൊഡക്ഷൻസിന്റെ പേരിൽ ജനനായകൻ നിർമ്മിക്കുന്നത്. ജഗദീഷ് പളനിസ്വാമിയും ലോഹിതൻ കെയുമാണ് സഹനിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.